ഇത് പാക്കനാണ്, പറയിപ്പറ്റ പന്തിരി കുലത്തിലെ പ്രധാനി. അത്ഭുത പ്രവൃത്തികളിലേക്കാളേറെ അറിവിന്റെ മഹത്വത്തിൽ വിശ്വസിച്ച് ജന്മപുണ്യത്തിലൂടെ കൈവരിച്ച അറിവിന്റെ മുത്തുകളെ അജ്ഞതാന്ധകാരം നിറഞ്ഞ മനുഷ്യ മനസ്സുകളിലേക്ക് പൊൻവെളിച്ചമായി പകർന്ന് ജന്മജന്മാന്തരങ്ങൾക്കപ്പുറം കാലപ്രവാഹം മാറ്റാത്ത ഖ്യാതിയോടെ നിലനിൽക്കുന്ന മഹാനുഭവൻ. അദ്ദേഹത്തിന്റെ ജീവിത കഥയിലെ ഒരേട് ഇതാ നിങ്ങൾക്കായി പാക്കനാർ പറഞ്ഞത്. എന്റെ കുട്ടിയുടെ വേലിയാണ് ഈ വരുന്ന ചിഹ്നത്തിൽ. അതിന് കുറച്ച് സാമാന്യങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് കുട്ടാവട്ടി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളെ പറ്റി കേട്ടു. അതിന് വന്നതാ. പാക്കനാലോ? പഴങ്കഞ്ഞി കുറച്ച് കുടിച്ചിട്ടാവാം ബാക്കി പണി. വന്നാട്ടെ. കുടിച്ചാട്ടെ. ഇനിയും ഒരുപാട് പായ നെയ്യാനുണ്ടല്ലേ? ഇനിയുടെ 1 മണി അരി പോലും ബാക്കിയില്ല. നീ സമാധാനപ്പെട് പെണ്ണേ, എന്തെങ്കിലും വഴിയുണ്ടാവും. ആ, മുത്തപ്പൻ എന്തെങ്കിലും വഴി കാട്ടിത്തരും. ആ ആചാരാ, എന്താ ഇവിടെ? എന്താ വിശേഷം? എന്റെ മകളുടെ കല്യാണമാണ്. അതിന് കുറച്ച് സാധനങ്ങൾ വേണം. ഒരു 10 കുട്ട, 7 പായ, 5 മുറം. ഇതിപ്പോ ഒരു നല്ല കാര്യമാണല്ലോ. എന്നത്തേക്കാ വേണ്ടേ? അടുത്ത ചിങ്ങത്തേക്ക്. അടുത്ത ചിങ്ങത്തേക്ക് ഒരു 12 നാളിന് ശേഷം പോവുക. അപ്പോഴേക്കും എല്ലാം ഞാൻ തരപ്പെടുത്തി വെക്കാം. എത്രയാവും? ഇതിപ്പോ ഒരു കല്യാണ കാര്യമാണല്ലേ, എന്തൊരു നല്ല കാര്യം. ഒരു 10 നാണയം. എന്തു പറയുന്നു ഹാജിയാരെ?
കൂട്ടുകാരെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് തിരിക്കാം. ഞാൻ പറഞ്ഞതല്ലേ ഇത് നല്ല കാര്യം ഉണ്ടാവരുത്. ആണ്, മുത്തപ്പൻ വഴി കാട്ടിയതാ. മുത്തപ്പൻ വിട്ടതാ അവരെ നമ്മുടെ കഷ്ടപ്പാട് കണ്ട്. ആ സഞ്ചിയും സാമാനങ്ങളെല്ലാം എടുത്തോളൂ. നല്ല മഴക്കോരുണ്ട്, അതിനു മുമ്പ് പോയി നമുക്ക് ഈറ വെക്കാം. നല്ല മഴക്കാറുണ്ടല്ലേ? നമുക്ക് ഇറങ്ങിയാലോ? വാ, നമുക്ക് പോവാം. വാ, വേഗം വാ. ഇനി ഒരു അടി പോലും നടക്കാൻ മേല, വയ്യാണ്ടായി. എന്നാ പിന്നെ അല്പം നേരം ഒന്ന് ഇരിക്കാം. നല്ല മഴക്കാറുണ്ട്. ഇന്നിനി 2 മുറം കൂടി നെയ്യേണ്ടതല്ലേ? എന്നാ നിനക്ക് ക്ഷീണം കാണും, ഒന്ന് വിശ്രമിച്ചേക്ക്. ആ മരിച്ചോട്ടിലിരുന്നൊന്ന് മഴങ്ങിക്കോളും. ആ 2 മുറം ഞാൻ നെയ്യാം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ എവിടെയാന്ന് വെക്കുക? വയ്യാണ്ടായി. എത്ര ദൂരം നടന്നു? ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് നടുവ് വെക്കണല്ലോ ഈശ്വര. ഇതെന്താ ഇവിടെ ഒരു പൊതി? എടുത്ത് നോക്കാം. നന്നായി പൊതിഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മുത്തപ്പ, ഇത് കണ്ടോ? ദേവനാഥ് അവരെ മുത്തപ്പൻ അടിയുടെ വിളി കേട്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്ന്. ഇത് നിറയെ സ്വർണ്ണ നാണയങ്ങളാ. അവിടുന്ന് കിട്ടിയതാ. ശരിയാണല്ലോ, ഇത് തങ്ക നാണയങ്ങളാണല്ലോ. നമ്മള് ഭാഗ്യമുള്ളവരാ. അടിയങ്ങൾക്ക് ചീറ്റ് വെട്ടാനും പുറന്നെയ്യാനും ഒന്നും പോണ്ടല്ലോ. മുത്തപ്പ കരുതതാ. ഇതേതോ വഴിപോക്കനായ കച്ചവടക്കാരൻ്റെതാണെന്ന് തോന്നുന്നു. മുത്തപ്പ കരുതത് തന്നെയാ. വിഡിത്തം പറയാതെ പെണ്ണെ, ഇതേതോ വഴിപോക്കനായ കച്ചവടക്കാരൻ്റെയാണ്. ഇത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. എന്റെ ദൈവങ്ങളെ, ഈ മനുഷ്യൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇതേ തരൂല. നമുക്കിതുകൊണ്ട് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാം. ഇതേ ആളെ കൊല്ലിയ. ആളെ കൊല്ലിയോ? അതെ, ആളെ കൊല്ലി. ആളെ കൊല്ലുന്ന കെണി. ഏതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കരുത്, അത് ആപത്താണ്. അത് അവിടെ തന്നെ വെച്ചേക്ക്. നമുക്ക് കുറച്ചെങ്കിലും എടുത്തൂടെ? പാടില്ല, നമ്മൾ എടുക്കാൻ പാടില്ല. നമുക്കത് വേണ്ട, അത് അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്കിനിയുള്ള കാലം ഇതായി ജീവിക്കായിരുന്നു. വേണ്ട, വാ നമുക്ക് പോവാം. ഇങ്ങനൊരു മടിയൻ നടക്കുക. ഹൈ, എന്താ അത് ചെങ്ങാതിമാര്? എന്തോ ഒരു കിഴി. ഞാൻ തുറന്നു നോക്കട്ടെ. എന്താ ഇത്? സ്വർണ്ണ നാണയങ്ങളല്ലേ? ഭഗവതി, നിധി. എന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നു അത്രേ എനിക്ക് നിധി കിട്ടുമെന്ന്. കണ്ടില്ലേ, സത്യമായി. നമുക്ക് പങ്കിട്ടെടുക്കാം. നമുക്കിനി പണിയൊന്നും എടുക്കണ്ടല്ലോ. നമുക്ക് കമ്പോളത്തിൽ പോണം. കച്ചവടം എല്ലാം നിർത്തിയാലോ? വേണ്ട,
ശരിയാ, നമുക്കിത് വീതിക്കാം. വാ ചങ്ങാതിമാരെ, ഞാനൊരു കാര്യം പറയാം. ഇത് ഞാനാണ് ആദ്യം കണ്ടെത്തിയെങ്കിലും നമുക്കിത് തുല്യമായി തന്നെ വീതിക്കണം. അതെ അതെ. പക്ഷേ എനിക്കിപ്പോ നല്ല വിശപ്പാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കണ്ടുപിടിച്ചാലോ? ശരിയാ, രാവിലെ മുതൽ നടക്കുന്നതല്ലേ. അതെ, ഞാൻ നന്നായി ക്ഷീണിച്ചു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കണ്ടെത്തിയിട്ട് വരാം. ആ, അതിനു മുന്നേ ഇത് നിധിയാ. നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാ ഇത് നമ്മുടെ തന്നെ കയ്യിലെത്തിയത്. അതെ അതെ അതെ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ എന്റെ പങ്കും കൂടെ നിങ്ങളെ രണ്ടുപേരും വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. സൂക്ഷിക്കോളാം ചങ്ങായി. ഞങ്ങൾ നോക്കിക്കോളാം. ശരി, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് വരാം. ഞാൻ നോക്കാം. ചങ്ങാതി, എന്താ ചങ്ങായി? ഈ നിധി നമുക്ക് കരസ്ഥമാക്കിയാലോ? എന്തിനാ നമ്മുടെ ചങ്ങായി? ഈ പണം നമുക്ക് ദൂർത്തടിച്ചൂടെ? അതെങ്ങനെ ചങ്ങായി? അവനെ ചതിച്ചിട്ട് പണമാണോ വലുത്? ചങ്ങാത്തമാണോ നിനക്ക് വലുത്? എന്നാലും നമ്മൾ എങ്ങനെ എടുക്കും? നമ്മളവനെ ഈ ഭൂമിയിൽ നിന്നും വകവരുത്തും. കൊല്ലാനോ? കൊല്ലണമെങ്കിൽ കൊല്ലണം. എങ്ങനെ? നമ്മൾ വടിവെച്ച് അടിച്ചു കൊല്ലുന്നു. വരിക. ഹാവൂ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഴിക്കാനുള്ള വക കണ്ടെത്തി. ഇനി ഒരു സൂത്രപ്പണി കൂടി ഉണ്ട്. ഇതല്ല, ഇതുമല്ല, ആ ഇത് തന്നെ. വിഡ്ഢികൾ, ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയ നിധി ഞാൻ വീതിക്ക് സമ്മതിക്കില്ല. ഞാൻ കൊടൂര വിഷമാ. ഇതിലൊരു അംശം മതി അവർ പരലോകം കാണാൻ. എന്തായാലും എന്റെ ചെങ്കാതിമാരല്ലേ, എന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ അവസാന തത്താഴം. അധികം വൈകാണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് പോവാം. ചങ്ങാതിമാരെ, എവിടെ പോയി രണ്ടെണ്ണം? നിധി അല്ലേ കിടക്കുന്നത്? അവർക്കിത് വേണ്ടേ? വെറുതെ ഭക്ഷണത്തിൽ വിഷം കളിക്കും. ആവൂ, ഇനി ഈ നിധി എനിക്ക് സ്വന്തം. ദേവി, നിന്നിരിക്കണോ? ഇത് നോക്കിയേ, നമ്മുടെ ചങ്ങായി എന്താ ഇത് നമ്മുടെ ചങ്ങാതിയുടെ ശ്രാദ്ധമായി കണക്കാക്കി നമുക്ക് കഴിക്കാം. എനിക്ക് നല്ലോണം വിഷമിട്ടു. എടുത്തോളാം. വരൂ, നമുക്കത് പങ്കിടാം. പങ്കിടാം. വയ്യാണ്ടായി. ഇതെന്താ ഇത്? ഇവരൊക്കെ ആരാ? ഇവർക്ക് എന്താ പറ്റി? ഒന്ന് വിളിച്ചു നോക്കിയേ. എന്താ പറ്റി? അയ്യോ, അനക്കമില്ലല്ലോ. ഇത് നമ്മൾ കണ്ട സ്വർണ്ണനാണയങ്ങളല്ലേ? ഇവര് ഈ സ്വർണ്ണനാണയങ്ങൾ എടുത്തോ? ഇവർക്ക് എന്താ പറ്റി? എന്റെ ദൈവങ്ങളെ, ഒന്നും മനസ്സിലാവണില്ലല്ലോ. അങ്ങ് പറഞ്ഞത് നേരെ തന്നെ. ഈ സ്വർണ്ണനാണയങ്ങൾ ആളെ കൊണ്ടിയാ. ഈ സ്വർണ്ണ നാണയങ്ങൾ മാത്രമല്ല, അനർഹമായി കിട്ടുന്ന ഏതു മുതലും ആളെ കൊല്ലിയാണ്. ഈ നാണയങ്ങൾക്ക് ഇനിയും ആളെ കൊല്ലാനുള്ള വിധിയുണ്ട്. ഇതിവിടെ തന്നെ ഉപേക്ഷിച്ച് നമുക്ക് പോവാം. ധർമ്മശാലിയായ അങ്ങ് അടിയനോട് കൊടുത്ത് മാപ്പാക്കണം. ഈ സ്വർണ്ണനാണയങ്ങൾ കണ്ടപ്പോ അടിയന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. സാരമില്ല പെണ്ണെ, ഇത് വിഷമിക്കല്ലേ. ആഗ്രഹത്തിനപ്പുറം ആ അത്യാഗ്രഹമാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കുന്ന ഫലം കൊണ്ട് മാത്രമേ മനുഷ്യന് തൃപ്തി ഉണ്ടാവുള്ളൂ. അതാണ് പരമമായ സത്യം. ഇതാണ് പരമമായ സത്യം. അർഹതയില്ലാത്ത സമ്പത്ത് നേടുവാൻ ആഗ്രഹിക്കരുത്.
അത്യാപത്തിലെ അവസാനിക്കൂ. പാക്കനാർ പറഞ്ഞത്